ഇപ്പോൾ മന്ത്രി എ കെ ബാലൻ മാധ്യമങ്ങളെ കാണുകയാണ്. ദില്ലിയിൽ നിന്നും തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഇന്ന് അറ്റോർണി ജനറൽ ശ്രീ മുകുൾ റോത്തഗിയുമായി നിയമമന്ത്രി എന്ന നിലയിൽ ഞാനും സംസ്ഥാന നിയമ സെക്രട്ടറി ശ്രീ വി ജി ഹരീന്ദ്രനാഥും സുപ്രീം കോടതിയിലെ സ്റ്റാൻഡിംഗ് കോൺസൽമാരായ ശ്രീ ജി പ്രകാശും ശ്രീ നിഷാരാജൻ ശങ്കറും സുപ്രീം കോടതി അഡ്വക്കേറ്റ് ഓൺ റിക്കാർഡ് ദീപക് പ്രകാശും അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു. ഈ ചർച്ചയ്ക്ക് മുമ്പായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അറ്റോർണി ജനറൽ മുകുൾ റോത്തഗിയുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ കാണുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് ജനറലുമായും സംസാരിച്ചിരുന്നു. ഈ ആഴ്ച തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പുനഃപരിശോധന ഹർജി ഫയൽ ചെയ്യും. സർക്കാരിൻ്റെ ഈ ആവശ്യമുന്നയിച്ച് അറ്റോർണി ജനറൽ തുറന്ന കോടതിയിൽ പ്രത്യേക പരാമർശം നടത്തും. ബലാത്സംഗ കേസിൽ പരമാവധി ശിക്ഷയായ ജീവപര്യന്തം ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ തന്നെ വിധിച്ചിട്ടുണ്ട്. ജീവപര്യന്തം എന്നാൽ പ്രതിയുടെ ശേഷിക്കുന്ന ജീവിതകാലം മുഴുവനുമാണ് എന്ന് പ്രധാനപ്പെട്ട നിരവധി കേസുകളിൽ സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുണ്ട്. അതായത് ലൈഫ് ഇംപ്രിസൺമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിത അവസാനം വരികയാണ്. അത് മരുറാം കേസിലാണ് വളരെ കാറ്റഗറിക്കലായി പറഞ്ഞത്. 14 വർഷം കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റിന് ഡിസ്ക്രിപ്ഷണറി പവറുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിക്കാത്തിടത്തോളം കാലം ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവപര്യന്തം തന്നെയാണ്, അവസാനം വരികയാണ്. സ്വാമി ശ്രദ്ധാനന്ദ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക, ആ കേസിൽ ജീവപര്യന്തം എന്നാൽ ശിക്ഷ വിധിക്കപ്പെട്ട ആളുടെ ശേഷിച്ച ജീവിതകാല മുഴുവനുമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല CRPC 433A പ്രകാരം ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട പ്രതി നിർബന്ധമായും 14 വർഷത്തെ ശിക്ഷ അനുഭവിക്കണം. അത് മാൻഡേറ്ററിയാണ്. അതിനുശേഷം ശിക്ഷയിൽ ഇളവ് വരുത്തണോ എന്നുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷണറി പവറാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിക്കാത്തിടത്തോളം കാലം വെളിച്ചം കാണാൻ പറ്റില്ല പ്രതി. അതുതന്നെയായിരിക്കും ഗോവിന്ദചാമിയുടെ അനുഭവം. സൗമ്യ എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ 5:30 മണിക്കാണ് യാത്ര നടത്തിയത്. 2011 ഫെബ്രുവരി മാസം 1-ാം തീയതി. സൗമ്യയും അതുപോലെ തന്നെ അനൂപ് എന്ന ഒരു ചെറുപ്പക്കാരനും തമ്മിലുള്ള വിവാഹം തൊട്ടടുത്ത ദിവസം നടക്കേണ്ടതായിരുന്നു, വിവാഹ നിശ്ചയം. പ്രതി ഗോവിന്ദചാമിയും ആ ട്രെയിനിൽ കയറി എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ വനിതാ കമ്പാർട്ട്മെൻറ്റിലുള്ള മറ്റുള്ള യാത്രക്കാർ ഇറങ്ങിയപ്പോൾ സൗമ്യ തനിച്ചായി. ഈ അവസരം നോക്കിയാണ് പ്രതി സൗമ്യയെ കയറി പിടിക്കുകയും ബലാത്കാരത്തിന് ശ്രമിക്കുകയും സൗമ്യയുടെ തല കമ്പാർട്ട്മെൻറ്റിൻ്റെ ഇരുമ്പ് ബോഡിയിൽ ഇടിക്കുകയും ചെയ്തത്. പോസ്റ്റ്മോർട്ടം നടത്തിയ PW64 ഡോക്ടർ ഷെർലി വാസു ഇക്കാര്യം തൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ആഘാതം കൊണ്ട് സൗമ്യയുടെ ബോധം ഭാഗികമായി നശിക്കാനും ഇടവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടറുടെ റിപ്പോർട്ട്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഇഞ്ചുറി. ആ ഇഞ്ചുറി എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ഉള്ളിൽ വെച്ച് 5 പ്രാവശ്യം ഈ ട്രെയിനിൻ്റെ സർഫേസിൽ, പ്രതലത്തിൽ പിന്നിൽ നിന്ന് മുടി വലത് കൈകൊണ്ട് പിടിച്ചിടിച്ചതാണ്. രണ്ടാമത്തെ മുറിവ് സഞ്ചരിക്കുന്ന ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് കൊണ്ട് വന്നതാണെന്നും പ്രോസിക്യൂഷൻ വാദം ഫോറൻസിക് സർജൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശരിവെച്ചതാണ്. ഡോക്ടറുടെ അഭിപ്രായപ്രകാരം മരണകാരണം
ഈ രണ്ടാമത്തെ മുറിവാണ്. അപ്രകാരം മാരകമായി മുറിവേറ്റ നമ്മുടെ സൗമ്യയെ പ്രതി ബലാത്സംഗം ചെയ്തു എന്നാണ് പ്രോസിക്യൂഷൻ വാദം. യഥാർത്ഥത്തിൽ വിചാരണ കോടതിയും സുപ്രീം കോടതിയും ഇത് ശരിവെച്ചു. സെഷൻസ് കോടതിയിലെ ട്രയൽ കോടതിയിലും അപ്പലറ്റ് കോടതി, ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇത് ശരിവെച്ചു. അപ്പം 376 പ്രകാരം പരമാവധി ശിക്ഷ ലൈഫ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൊടുക്കുകയും ചെയ്തു. പ്രതി സൗമ്യയെ തള്ളിയിട്ടതിന് ദൃക്സാക്ഷിയില്ല. അതുകൊണ്ട് തള്ളിയിട്ടതാണോ വീണതാണോ എന്ന കാര്യത്തിൽ സംശയത്തിൻ്റെ ആനുകൂല്യം കൊലക്കുറ്റം തെളിയിക്കുന്നതിന് തടസ്സമായി. ഇതിൻ്റെ ഭാഗമായി സംശയത്തിൻ്റെ ആനുകൂല്യം സുപ്രീം കോടതി കൊടുക്കുകയാണ്. എന്നാൽ IPC 325 ഗ്രീവിയസ് ആക്ട് അത് നമ്പർ 1 ഇഞ്ചുറിയാണ്, ട്രെയിനിൻ്റെ ഉള്ളിൽ വെച്ച്. അത് തെളിഞ്ഞതാണ്. അതിന് 7 വർഷത്തെ തടവ് നൽകി. ചുരുക്കത്തിൽ 302 കോടതി സംശയത്തിനതീതമായി തെളിഞ്ഞതല്ല എന്ന് വിധിച്ചെങ്കിലും 325 7 വർഷം തടവും 376 ജീവപര്യന്തം തടവും ബലാത്സംഗത്തിന്. അതുപോലെ തന്നെ റോബറി വധശ്രമം അത് 374 397 അതും തെളിഞ്ഞതാണ്. ട്രസ്പാസ് ട്രെയിനിലേക്കുള്ള ക്രിമിനൽ ട്രസ്പാസ് അത് 447 അതും തെളിഞ്ഞതാണ്, ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ അതിൽ സെഷൻസ് കോടതിയും അതുപോലെ തന്നെ ഹൈക്കോടതിയും കൺകറൻ്റായി കണ്ട കാര്യങ്ങളിലെല്ലാം 302 ഒഴികെ ബാക്കിയുള്ളതെല്ലാം തെളിഞ്ഞതാണ്. ഈ 302 നിലനിൽക്കും എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം. സെഷൻസ് കോടതിയും ഹൈക്കോടതിയും കണ്ട ആ ഫൈൻഡിങ്സ് സുപ്രീം കോടതി കാണേണ്ടതായിരുന്നു. അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മിനിഞ്ഞാന്നാണ് ഇവിടെ വന്നത്. ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കോൺസൽസുമായി ചർച്ച നടത്തി. അതിനുശേഷം ഈ കേസ് സുപ്രീം കോടതിയിൽ വാദിച്ച തോമസ് പി ജോസഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ ഹൈക്കോടതി ജഡ്ജിയായിരുന്നു, സെഷൻസ് ജഡ്ജിയായിരുന്നു. നിരവധി കാലം ക്രിമിനൽ കേസുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഫലപ്രദമായി മാറാട് കമ്മീഷൻ്റെ ഫൈൻഡിങ്സ് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന ആളാണ്. അതിലുള്ള എല്ലാ ഗൂഢാലോചനയും ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ കഴിവ് മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ UDF ഗവൺമെൻറ് തോമസ് പി ജോസഫിനെ സീനിയർ അഡ്വക്കേറ്റായി തീരുമാനിക്കുന്നത്. അതിന് ശുപാർശ നൽകിയത് അന്നത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആസഫ് അലിയാണ്. ആസഫ് അലിയുടെ ശുപാർശ പ്രകാരമാണ് 7 ഒക്ടോബർ 7 2015 ബഹുമാനപ്പെട്ട അന്നത്തെ അഡ്വക്കേറ്റ് ജനറൽ ദണ്ഡപാണി ഇദ്ദേഹത്തെ ഈ കേസ് നടത്താൻ എന്തുകൊണ്ടും ഫിറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവ് കൊടുത്തത്. അതിൽ അദ്ദേഹം പറഞ്ഞു, ആസ് പെർ ദി റെഫറൻസ് ഫിഫ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസഫ് അലിയുടെ കത്ത്, സ്റ്റേറ്റഡ് അബോവ് മിസ്റ്റർ T. ആസഫ് അലി, Director General of Prosecution, has suggested that it would be fit and proper to engage Mr. Thomas P. Joseph, former Judge of the High Court of Kerala, Senior Advocate,
now practicing in the Supreme Court for conducting the above case. On consideration of the entire facts and the question of law involved in the matter, I feel that it would be appropriate to engage Mr. Thomas P. Joseph, senior advocate, for conducting the above case. You may please therefore take steps to engage Mr. Thomas P. Joseph, senior advocate, in the above matter. ഇത് ഞങ്ങൾ കൊടുത്തതല്ല, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ കൊടുത്തതാണ്. എന്നിട്ടിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയാണ് ചോദ്യം ചെയ്യുന്നത്. അത് ഒരു തരംതാണ രാഷ്ട്രീയമാണ്. ഞങ്ങൾ അവരുടെ കാലഘട്ടത്തിൽ വെച്ച ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള സീനിയർ അഡ്വക്കേറ്റ്സിനെ ഞങ്ങൾ അന്ന് മാറ്റിയിരുന്നുവെങ്കിൽ, ഞങ്ങൾ വെച്ച സീനിയർ അഡ്വക്കേറ്റിനെ മാറ്റിയത് കൊണ്ടല്ലേ ഇത് അനുഭവിക്കാൻ ഇപ്പോൾ നിർബന്ധിക്കപ്പെട്ടത് എന്ന് ചോദിക്കുമായിരുന്നു. അതിപ്പോൾ ചോദിക്കാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF ഗവൺമെൻറ് വെച്ച വേണുഗോപാലിനെ തന്നെയാണ് ഞങ്ങൾ വെച്ചത്. ഞങ്ങളതിൽ രാഷ്ട്രീയം നോക്കിയിട്ടില്ല. അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രോസിക്യൂഷൻ ഫലപ്രദമായി നടപ്പിലാക്കാൻ കോടതിയെ ബോധ്യപ്പെടുത്താനും ആ ഗവൺമെൻറ് വെച്ച സീനിയർ അഡ്വക്കേറ്റിനെ തന്നെ നിലനിർത്തുക. അതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ കേസിലും ഞങ്ങൾ ചെയ്തത്, ഈ കേസിലും ഞങ്ങൾ ചെയ്തത്. ചിലപ്പോൾ ഇത് VS സുധീരൻ കണ്ടിട്ടുണ്ടാകില്ല, ഉമ്മൻചാണ്ടി കണ്ടിട്ടുണ്ടാകില്ല. പിന്നീട് ഇത് വന്നതിന് ശേഷമാണ് വേറൊരു വാദം പറയുന്നത്. അത് ഇയാൾ നല്ലതാണെങ്കിലും അതിനെ പിന്താങ്ങിക്കൊടുത്തവർ ഫലപ്രദമായി പ്രവർത്തിച്ചില്ല. അങ്ങനെ ഒരു പിന്താങ്ങലൊന്നും സുപ്രീം കോടതിയിലില്ല. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെഷൻസ് കോടതിയിലും അപ്പലേറ്റ് കോർട്ടിൽ ഹൈക്കോടതിയിലും നടന്ന ഡിപ്പോസിഷനും മെറ്റീരിയൽ ഒബ്ജക്റ്റും സാക്ഷിമൊഴികളും അതിൻ്റെ ഭാഗമായി നടന്ന ആർഗ്യുമെൻറ്റും അത് ഫലപ്രദമായി പഠിക്കുക, സ്വയം പഠിക്കുക. അതിന് ഒരാളുടെയും സഹായം ആവശ്യമില്ല. അത് കേസ് വാദിക്കുന്ന ഒരു വക്കീലിനറിയാം എങ്ങനെ ആർഗ്യൂ ചെയ്യണമെന്നുള്ളത്. എന്നാൽ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ തടസ്സമില്ല. അങ്ങനെ സഹായിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഒരാളെ വെച്ചു, സുരേശൻ മിനിഞ്ഞാന്ന് പത്രക്കാരോട് പറഞ്ഞത് ആ രൂപത്തിലുള്ള ഒരു ഓർഡർ, ഗവൺമെൻറ് കൊടുത്ത ഒരു ഓർഡർ, അത് യഥാർത്ഥത്തിലുള്ളൊരു ഓർഡറല്ല. അതിൻ്റെ ഭാഗമായി ഞാൻ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. അതുകൊണ്ട് ഞാൻ സഹായം കൊടുത്തില്ല എന്നാണ് അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത്. ആ പത്ര കട്ടിങ്സ് എൻ്റെ മുമ്പിലുണ്ട്. അത് ഈ വിധി വന്ന അവസരത്തിൽ തന്നെയാണ് എന്നെ നിയമിച്ച സർക്കാർ ഉത്തരവിട്ടിരുന്നില്ല. ഉത്തരവിൽ വ്യക്തത വരുത്തണമെന്ന് ഞാൻ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല. 2015 ഫെബ്രുവരിയിലാണ് സർക്കാർ ഉത്തരവുണ്ടായത്. 2015 ഉത്തരവ് എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവ്, ഞങ്ങളുടെ ഉത്തരവല്ല. 2015 ഉത്തരവ് എന്ന് പറയുന്നത് 18/2/2015 ഉത്തരവ് ഉമ്മൻചാണ്ടിൻ്റെ കാലഘട്ടത്തിലെ ഉത്തരവാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു സഹായം ഇവിടെ ഇല്ലാത്തതിൻ്റെ ഭാഗമായി ശരിയായ രൂപത്തിൽ കേസ് സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കുന്നതിന് എന്തെങ്കിലും അപകടമുണ്ടായി എന്ന് സീനിയർ അഡ്വക്കേറ്റിന് വാദവുമില്ല. എന്നാലും ഇദ്ദേഹത്തിൻ്റെ സഹായം 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ അയാൾ പറയുന്നത് എന്നോട് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് ജനറൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്, 3 പ്രാവശ്യം വിളിച്ചിരുന്നു എന്ന്. ഇവിടെ സീനിയർ അഡ്വക്കേറ്റ് നിഷേരാജൻ സ്റ്റാൻഡിംഗ് കൗൺസിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇനി ബന്ധപ്പെട്ടാലും ഇല്ലെങ്കിലും ബന്ധപ്പെട്ടു എന്നുള്ളത് വ്യക്തം. അദ്ദേഹത്തിൻ്റെ ഒരഭാവം കൊണ്ട് ഏതെങ്കിലും രൂപത്തിൽ ഈ സീനിയറായിട്ടുള്ള അഡ്വക്കേറ്റ് തോമസ് പി ജോസഫിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞാൻ മിനിഞ്ഞാന്ന് അദ്ദേഹവുമായി സംസാരിച്ചു. എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഉള്ള ആശങ്ക ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. എല്ലാം കൃത്യമായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞു. മാത്രമല്ല, സുപ്രീം കോടതിയിൽ ഈ കേസ് നടക്കുന്ന സമയത്ത് അടക്കമുള്ള കമൻറ്റിന് അത് അദ്ദേഹം ആദ്യം തന്നെ പ്രതീക്ഷിക്കുകയാണ്. അതിന് അദ്ദേഹം ഫലപ്രദമായി മറുപടി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നെ നിയമിച്ചത് ആസഫ് അലിയുടെ തീരുമാനപ്രകാരമാണ്. എന്നാൽ ഇതിലെന്തെങ്കിലും വീഴ്ച എനിക്ക് സംഭവിച്ചു എന്ന രൂപത്തിൽ പ്രചരണം ഇങ്ങനെ നടക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്നെന്നോട് ചോദിക്കാമായിരുന്നില്ല. അദ്ദേഹത്തിന് വല്ലാത്ത വിഷമമുണ്ടായി. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള തിമിര തലയിലേക്ക് കയറിയാൽ എന്തും വിളിച്ചു പറയാം എന്നുള്ളതാണ്
ഇതിൻ്റെ ഒരു അവസ്ഥ. എന്തായാലും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൻ്റെ വിധി വന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ഇത് അൺഫോർച്ചുനേറ്റ്, നിർഭാഗ്യകരമാണ്. ഞങ്ങൾ സൗമ്യയുടെ കുടുംബത്തിൻ്റെ വികാരത്തോടൊപ്പം നിൽക്കുന്നു. ഇന്ത്യ രാജ്യത്ത് ലഭ്യമായ ഏറ്റവും നല്ല നിയമജ്ഞന്മാരുടെ സഹായം ഇതിൽ ഞങ്ങൾ തേടും. ഏറ്റവും നല്ല വക്കീലന്മാരോട് ഞങ്ങൾ അഭിപ്രായങ്ങൾ തേടും. എന്നിട്ട് റിവ്യൂ പെറ്റീഷൻ കൊടുക്കാൻ ഫലപ്രദമായിട്ടുള്ള ഒരാളെ ഞങ്ങൾ നിശ്ചയിക്കും. അതിൻ്റെ ഭാഗമായി കേരള ഗവൺമെൻറ്റിനല്ല, ഇന്ത്യ രാജ്യത്തിലുള്ള ഏത് സംസ്ഥാന ഗവൺമെൻറ്റിനും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അറ്റോർണി ജനറൽ ഓഫീസ്. ആ അറ്റോർണി ജനറൽ ഇന്ന് ഈ കേസ് റിവ്യൂ പെറ്റീഷനായി കൊടുക്കാമെന്നും ഓപ്പൺ കോടതിയിൽ ഇത് പരാമർശിക്കുന്നതിനുള്ള അവസരമുണ്ടാക്കും എന്നും ഇത് 302 അതിൻ്റെ പർവിയിൽ ഈ കേസ് വരുത്തുന്നതിന് എല്ലാ ശ്രമവും നടത്തുമെന്നും അദ്ദേഹം വാക്ക് തന്നിട്ടുണ്ട്. ഇനി സുപ്രീം കോടതിയിൽ ഈ കേസ് അദ്ദേഹം നടത്തും. അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ഗവൺമെൻറ് ചെയ്തു കൊടുക്കും. പിന്നെ ബാക്കി സുപ്രീം കോടതിയാണ് തീരുമാനിക്കേണ്ടത്. സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1973 IPC CRPC ഭേദഗതി ചെയ്തതിന് ശേഷം സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസിൻ്റെ ഭാഗമായി ഒരൊറ്റ കേസ് ശിക്ഷിച്ചിട്ടില്ല. മിനിഞ്ഞാന്ന് ഒരു മധ്യപ്രദേശിലൊരു കേസുണ്ടായി. ഒരു 10 വയസ്സുള്ള കുട്ടീനെ ബലാത്സംഗം ചെയ്ത് കൊന്നു, ഇല്ലേ? വധശിക്ഷ കൊടുത്തത് അതെ 7 വയസ്സുള്ള അതെ, ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇല്ലല്ലോ. മറ്റേത് 25 ലോകാവസാനം വരെ ഇയാൾ ജീവിക്കുന്നിടത്തോളം കാലം ലൈഫ് ഇംപ്രിസൺമെന്റ്. ഇതിൽ വധശിക്ഷ ഇല്ല. മധ്യപ്രദേശ് ആരാ ഭരിക്കുന്നത്? ആരാ? BJP അല്ലേ? അവിടെയുള്ള ലോ മിനിസ്റ്ററോട് രാജിവെക്കണമെന്നൊരു ദേശീയ നേതാവും ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല. ഇവിടെ കേരളത്തിൽ ഒരാൾ, ഒരു BJPൻ്റെ ഒരാൾ പറഞ്ഞു ഞാൻ രാജിവെക്കണമെന്ന്. ഞാൻ ഇതുമായിട്ട് എന്ത് ബന്ധമുണ്ട്? എന്നാലും അദ്ദേഹം പറഞ്ഞ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമല്ലേ എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ ലേശം നല്ല രൂപത്തിൽ കേസുകൾ വാദിക്കുന്ന ഒരാളാണല്ലോ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള. ഞാൻ രാവിലെ അദ്ദേഹത്തെ വിളിച്ചു. ഒരിക്കലും രാജിവെക്കരുതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാജിവെച്ചിട്ടില്ല. അതായത് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുറ്റം കാണാത്ത ആൾക്കാർ വിളിച്ചു കൂവുക ഓരോന്ന്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പാർട്ടീൻ്റെ തീരുമാനമായിട്ടുള്ള ഒരാൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞാനത്ര വിലക്കെടുക്കുന്നില്ല. അപ്പോൾ ഇതിലൊരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി ഗവൺമെൻറ് ചെയ്തു. നീതിയുടെ മുമ്പിൽ അതിൻ്റെ 100% ലഭ്യമാക്കുന്നതിനുള്ള ശക്തമായിട്ടുള്ള നിലപാട് കേരള ഗവൺമെൻറ് എടുത്തു. അത് കേരളത്തിലെ ജനതയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്ത ഉറപ്പാണ്. അത് ഗവൺമെൻറ് പാലിക്കുക. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാറുള്ളത്. അതെ 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 അല്ല, അടുത്ത ആഴ്ചയാണ് അത്. അല്ല, അതൊക്കെ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഒന്നാമത് അറ്റോർണി ജനറൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മുഖവിലക്കെടുക്കില്ലേ കോടതി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തുറന്ന കോടതിയിൽ ഇത് ഒരു ഓപ്പൺ ആർഗ്യുമെൻറ്റിനുള്ള വഴി ഒരിക്കൽ കിട്ടിയാൽ നല്ല കാര്യമല്ലേ. നമുക്ക് വേറൊരാളെ വെക്കാൻ പറ്റില്ലല്ലോ ഇതിന്. അതിനുള്ള ശ്രമം ഞങ്ങൾ നടത്തി. അത് അറ്റോർണി ജനറൽ അല്ലാതെ വേറൊരാൾ നമുക്കില്ലല്ലോ നമ്മുടെ മുമ്പിൽ. വേറെ വക്കീലന്മാർ കുറേ ഉണ്ടാവും. പക്ഷെ അതിനേക്കാളും ആധികാരികമായിട്ടുള്ളൊരു ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയിൽ, ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു സ്ഥാപനം, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനം എന്നുള്ള നിലയിൽ അറ്റോർണി ജനറലിനെ കിട്ടിയതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അല്ല, ഞാൻ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. അത് അസംബ്ലിയിൽ അടിയന്തരപരമായി വരുമ്പോൾ പറയുക. അതിപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ മെറിറ്റിലേക്ക് കടന്നിട്ട് സംശയാസ്പദമാണ്, സാഹചര്യ തെളിവുകൾ സംശയത്തിന് ഇടം കൊടുക്കുന്നതാണ്, സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് പ്രതിക്ക് പോകുന്നത്.
അതിപ്പോൾ കൊടുക്കേണ്ടതിപ്പോൾ നമ്മൾ വിചാരിച്ച നടക്കുന്ന കാര്യമല്ലല്ലോ. കോടതിക്ക് അങ്ങനെ തോന്നി. അതിനല്ലേ നിരവധി കോടതികൾ, ഒരു കോടതി കൊണ്ട് മാത്രം എല്ലാം കഴിയില്ലല്ലോ. നമ്മുടെ പ്രയർ ഞാൻ പറഞ്ഞല്ലോ, 302 എന്ന് പറയുന്നത് IPC-യിൽ വധശിക്ഷ വേണമെന്നല്ല. 302 ശിക്ഷിച്ചാലല്ലേ 302 വധശിക്ഷ കിട്ടൂ. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, 100 വട്ടം വധശിക്ഷ കൊടുത്താലും കൂടി പോകില്ല എന്ന് പറഞ്ഞവനാ ഞാൻ. വധശിക്ഷ കിട്ടണമെങ്കിൽ 302 തെളിയണ്ടേ? അപ്പോൾ ഇത് 302-ന്റെ പറിവിയിൽ പെടുത്തുന്നവരാണ് നമ്മുടെ ശ്രമം. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, അറിയില്ല. ഇല്ല, അതിപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി കൃത്രിമമായ സാക്ഷികളെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത് നാച്ചുറലായിട്ടുള്ള നിങ്ങളെ ചോദ്യം അല്ല. അന്വേഷണത്തിൻ്റെ വീഴ്ച എന്ന് പറയുമ്പോൾ പിന്നെ ഈ 2 സാക്ഷികൾ 4 and 40 അല്ലേ, 4 and 40 റിലേ ചെയ്തിട്ടുള്ളത് ഈ മധ്യവയസ്കനെയാണ്. ആ മധ്യവയസ്കനെ കിട്ടിയിട്ടില്ല. അല്ല അത് ദൃക്സാക്ഷിയല്ല, അത് മനസ്സിലായില്ലേ? അയാൾ ഐ വിറ്റ്നസ് അല്ല, അയാൾ വീടുന്നത് കണ്ടു എന്നാണ് പറഞ്ഞത്. വീടുന്ന കണ്ടു എന്നുള്ള വീടുന്നത് കണ്ടു എന്ന് പറഞ്ഞ് ഏത് ചാടി രക്ഷപ്പെട്ടു. അതെ ചാടി രക്ഷപ്പെട്ടു എന്നുള്ളതിനെ കൊറോബറേറ്റ് ചെയ്യാൻ 2 വിറ്റ്നസ് ഉണ്ടായി. അതിനെ വിറ്റ്നസ് ഉള്ളൂ. ഏതിനെ ചാടി എന്നുള്ളതിന്, എടുത്തെറിഞ്ഞു, ത്രോൺ ഔട്ടാക്കി എന്നുള്ളതിന് സാക്ഷിയില്ല. അതാണ് 302 നിൽക്കില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, കിട്ടിയിട്ടില്ല, സാക്ഷിനെ കിട്ടിയിട്ടില്ല. അന്വേഷണ ആര് അതെ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് പ്രോസിക്യൂഷൻ്റെ ഒരു വീഴ്ച തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ സാക്ഷിനെ ഇപ്പോൾ കിട്ടിയിട്ടില്ല. പ്രോസിക്യൂഷന് പല രൂപത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ആ വീഴ്ചകളൊന്നും സാഹചര്യ തെളിവുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് റേപ്പിനെ അല്ലെങ്കിൽ തെഫ്റ്റിനെ, അതുമല്ലെങ്കിൽ ക്രിമിനൽ ട്രസ്പാസിനെ, അതുമല്ലെങ്കിൽ 302-ന്റെ തെളിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിൽ ഒരപാകതയും പ്രോസിക്യൂഷന് സംഭവിച്ചിട്ടില്ല. ഏത് സർക്കാർ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നുള്ളത് എല്ലാം ഇനിയിപ്പോൾ ആ സാക്ഷിനെ കിട്ടി തന്നെ വിചാരിക്കുക. ആ സാക്ഷിൻ്റെ മൊഴി എന്താ? ചാടുന്ന കണ്ടു എന്നല്ലേ? അത്രയല്ലുള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. ചാടി രക്ഷപ്പെടുന്നു. ട്രെയിനിൽ നിന്ന് വീണു എന്നുള്ളതാണ്. അതന്നെ അത് കിട്ടിയാൽ തന്നെ, ഇനി അത് അങ്ങനെ കിട്ടിയാൽ തന്നെ ത്രോൺ ഔട്ടല്ല, ഒരാൾ തള്ളുന്നത് കണ്ടു എന്നുള്ളതിന് തെളിവില്ല. അതാണ് 302 നിൽക്കാതിരുന്നത്. ഇനിയിപ്പോൾ ഇയാൾ വന്ന് പറഞ്ഞാൽ തന്നെ, ഇത് ഇയാളിപ്പോൾ വന്നങ്ങ് പറഞ്ഞു വരട്ടെ അത് സമ്മതിച്ചു. ഇനിയിപ്പോൾ അയാൾ വന്ന് പറഞ്ഞാൽ തന്നെ 302 നിൽക്കില്ല. അല്ലല്ല, അയാളെ 302-മായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്, ഇയാളെ ത്രോൺ ഔട്ട് ചെയ്യുന്നത് കണ്ടില്ല. അതായത് സൗമ്യയെ ഈ നമ്മുടെ ഡിസീസ്ഡ് തള്ളിയിട്ടു എന്നുള്ളതാണ് കേസ്. അതിന് ദൃക്സാക്ഷിയില്ല, അതിന് സാഹചര്യ തെളിവുള്ളൂ. അല്ല, എന്താ അതിനെ തന്നെ വേറെ എന്താ സംശയം? അല്ല ഇനി അല്ല
അതിൻ്റെ അകത്തുള്ള അയാൾ വന്ന് പറഞ്ഞാൽ തന്നെ പറഞ്ഞ മനസ്സിലായില്ലേ, ഈ സൗമ്യയെ ഈ നമ്മളെ ഗോവിന്ദസ്വാമി പുറത്തേക്ക് തള്ളുന്നതിന് സാക്ഷിയില്ല. ആകെയുള്ള സാക്ഷി എന്ന് പറഞ്ഞാൽ ഈ സൗമ്യ പുറത്തേക്ക് ചാടുന്നത് കണ്ടു എന്നുള്ളതാണ്. ഇല്ലല്ല, ചാടുന്നതിന് സാക്ഷിയുണ്ട്. അത് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതുണ്ടായിട്ടില്ല. സാഹചര്യ തെളിവ് തന്നെയേ ഉണ്ടായിട്ടുള്ളൂ ഇതിന്. ഇല്ല, അതിൻ്റെ മുകളിലല്ല സെഷൻസ് കോടതിയും അതുപോലെ തന്നെ ഹൈക്കോടതിയും കൺകറന്റ് ഫൈൻഡിങ്സ് കണ്ടത്. സാഹചര്യ തെളിവുകളുണ്ടല്ലോ, സാഹചര്യ തെളിവുകളെ നന്നായിട്ട് കൊറോബറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പ്രോസിക്യൂഷന്. ഈ സാക്ഷിയെ കിട്ടിയിട്ടില്ല, അത് കറക്റ്റാണ്. സാഹചര്യ അതില്ല. ഇതിൽ സെഷൻസ് കോടതിയും ഹൈക്കോടതിയുടെയും ഫൈൻഡിങ്സ് സാഹചര്യ തെളിവുകൾ തന്നെയാണ്. സാഹചര്യ തെളിവുകളും അതുപോലെ തന്നെ സാഹചര്യ തെളിവിന് ഏറ്റവും സാധ്യത ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഡോക്ടറുടെ മൊഴിയുമാണ്. അത് വെച്ചിട്ടാണ് ശിക്ഷിച്ചത്. അതേന്നെ, ഇനിയിപ്പോൾ പുതിയൊരു തെളിവുണ്ടാക്കാൻ പറ്റില്ല. ആദ്യമുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏതൊരാൾക്കും കേസ് നടത്താൻ പറ്റും. ആദ്യം ലഭ്യമായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്ത അതേ സാഹചര്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ നല്ല രൂപത്തിൽ സീനിയർ അഡ്വക്കേറ്റിന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ പുതിയ തെളിവിന് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോന്ന്. പ്രോസിക്യൂഷൻ കേസ് എന്താണോ സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും പ്രോസിക്യൂഷൻ കേസ്, ആ കേസിനെ ഡെവലപ്പ് ചെയ്യുക എന്നല്ലാതെ പുതിയ ഒരു തെളിവ് ഈ സ്റ്റേജിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് നിങ്ങളുടെ പ്രോസിക്യൂഷൻ ഡെവലപ്പ് ചെയ്യുന്ന കേസിൽ തന്നെ എടുത്തെറിഞ്ഞു എന്നുള്ള മൊഴി എഴുതി വെച്ചിട്ട് എടുത്ത് ചാടിയതാണ് എന്നുള്ള മൊഴി എഴുതി വെച്ചിട്ട് ഇത് തള്ളിയിട്ടതാണ് എന്നുള്ള വാദം കൊണ്ട് ചെന്നാൽ എവിടെ നിൽക്കുമോ സുപ്രീം കോടതി ചോദിച്ചാണല്ലോ. ഊഹത്തിന്റെ കാര്യം അങ്ങനെ വാദില്ല. അതിൽ പിന്നെ ഷേർലിയുടെ കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉണ്ട്. ഈ ഇഞ്ചുറി അത് തന്നെയാണ് പറയുന്നത്. ഇഞ്ചുറി നമ്പർ 2 ആണ്. അത് കേട്ടോളൂ. ഈ മരണത്തിനിട വരുത്തിയത് ഇഞ്ചുറി നമ്പർ 1 കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ വെച്ചാണ്. ആ ഇഞ്ചുറി നമ്പർ 1 മരണത്തിന് കാരണമല്ല, എന്നാൽ സൗമ്യ സെമി അൺകോൺഷ്യസ് ആണ്. അവർക്ക് സ്വമേധയാ ഈ ഡോറിൻ്റെ അടുത്ത് പോയി പുറത്ത് ചാടാൻ കഴിയില്ല. ഇത് അതുകൊണ്ട് തള്ളിയതാണ് എന്ന് ഇൻഫർ ചെയ്യാണ്. അതിൽ പ്രോസിക്യൂഷൻ നല്ല രൂപത്തിൽ ഈ സാഹചര്യ തെളിവിനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറയുന്ന എടുത്ത് ചാടി എന്നുള്ള രീതിയിൽ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് കോടതിയിൽ ദോഷം ചെയ്യും എന്ന് ഈ എടുത്ത് ചാടി എന്നുള്ള മൊഴികൾ രണ്ട് രേഖപ്പെടുത്തി ഷുക്കൂറിന്റെയും ടോമി ദേവസിന്റെയും മൊഴികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കോടതിയിൽ നിന്ന് ചോദ്യമുണ്ടാകും, ദോഷം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ നേരത്തെ അറിയിച്ചിരുന്നോ ഇല്ലയോ? വക്കീലന്മാരെ എന്തിനും അറിയിച്ചിരുന്നോ? ഈ തോമസ് പി ജോസഫ് എന്ന് പറയുന്ന വക്കീല് തോമസ് പി ജോസഫ് പുതുതായിട്ടൊരു കേസ് ഉണ്ടാക്കിയതല്ല. സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും എന്താണോ അന്ന് പ്രോസിക്യൂഷൻ വാദം അത് തന്നെ അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു സെക്കൻഡ് ഇഞ്ചുറിയാണ് കോസ് ഓഫ് ഡെത്ത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പ്രതി ഇദ്ദേഹത്തെ ഈ സൗമ്യയെ ട്രെയിനിൽ നിന്ന് പുള്ളിയതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ട്രെയിനിൽ വീണത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇഞ്ചുറി നമ്പർ 2 ഉണ്ടായത്. ഇഞ്ചുറി നമ്പർ 1 എന്ന് പറയുന്നത് കോസ് ഓഫ് ഡെത്ത് അല്ല. ഇത് കേട്ടോ, ഇഞ്ചുറി നമ്പർ 1 ഈസ് സഫിഷ്യൻറ്റ് ടു റെൻഡർ ഹെർ ഡാഷ്ഡ് ആൻഡ് ഇൻസെൻസിറ്റീവ്. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ് ഡാസിനസ്
to head and rendering incapable to respond. ശരി. നമ്മളിനിപ്പോൾ ഈ മെറിറ്റിലേക്ക് കടന്നിട്ട് നിങ്ങൾ പിന്നെ നമ്മളിപ്പോൾ ബാധിക്കണ്ട, അതൊക്കെ കോടതി തീരുമാനിച്ചോട്ടെ. ഇല്ല അവരത് അതെന്നെ അവര് ചാടുന്നത് കണ്ടു എന്ന് പറഞ്ഞ ഒരു മധ്യവയസ്സനാണ് കണ്ട. ആ മധ്യവയസ്സനെ കിട്ടിയിട്ടില്ല. ആ മധ്യവയസ്സൻ ഇവരോട് പറഞ്ഞതായി പറയുന്ന മൊഴിയാണ് കൊടുത്തിട്ടുള്ളത്. ഇല്ല ഷെർലി വാസുവിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇഞ്ചുറി നമ്പർ 2 ആണ് മരണകാരണം. ഇഞ്ചുറി നമ്പർ 1 കൊണ്ട് മരണകാരണമല്ല, സെമി കോൺഷ്യസ് ആണ്. അവർക്ക് സ്വാഭാവികമായിട്ടും ഇതിന്റെ പുറത്ത് ചാടാൻ പറ്റില്ല. അത് മറ്റൊരാളുടെ സമ്മർദ്ദം കൊണ്ട് മാത്രമേ പുറത്ത് ചാടാൻ പറ്റൂ. അതാണ് കേസ്. ഏത് 4:40 അവിടെയുള്ള കോ പാസഞ്ചർ അല്ലേന്ന് ഇല്ലാണെന്ന് അവരുടെ മൊഴിയുണ്ട്. അവർ പറഞ്ഞിട്ടുള്ള ഹിയർസേ എന്ന് പറയുന്നത് ചാടി രക്ഷപ്പെടുന്നത്, ജംപ്ഡ് ആൻഡ് എസ്കേപ്ഡ് എന്നാണ്. ചാടി രക്ഷപ്പെടുന്നത് ഒരാൾ കണ്ടു എന്നും, മധ്യവയസ്കൻ കണ്ടു എന്നും. ആ മധ്യവയസ്കനാണ് ട്രെയിൻ പറഞ്ഞതാണ്. അപ്പോൾ തന്നെ അത് ആ സാക്ഷികളെ ഉൾപ്പെടുത്തിയതിന്റെ പ്രശ്നമാണല്ലോ പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. മധ്യവയസ്കൻ പറഞ്ഞത് സാറേ ഇത് വായിച്ചിട്ടുള്ളത് നിങ്ങൾ മാത്രമല്ല ഇത് വായിച്ചിട്ടുള്ളൂ. അതെ, മധ്യവയസ്കൻ എന്താ പറഞ്ഞത്? മധ്യവയസ്കൻ ഇവരോട് പറഞ്ഞതാണ് അവർ കൊടുത്ത മൊഴി. അതായത് ഒരു 15 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് ഒരു സ്ത്രീ ചാടുന്നതായി കണ്ടു. അതാണ് പറഞ്ഞിട്ടുള്ളത്. പുനഃപരിശോധന എന്ന് പറയുന്നത് അതിൽ അല്ല, അത് നമ്മൾ അറ്റോർണി ജനറലിനോട് ചോദിക്കണം. പക്ഷെ അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം 302 ശിക്ഷിച്ചിട്ടില്ല, 325 ശിക്ഷിക്കുന്നു. 325 എന്ന് പറയുന്നത് ഗ്രീവിയസ് ആർട്ടാണ്. ആ ഗ്രീവിയസ് ആർട്ട് മറ്റേതൊന്നും വന്നില്ല എന്ന് തന്നെ വിചാരിക്കുക. ഈ ഗ്രീവിയസ് ആർട്ട് മരണത്തിലേക്ക് എത്തിക്കും എന്ന നോളേജ് ഒരു പ്രതിക്കുണ്ടായാൽ അത് 302 വരും. അപ്പോൾ 325 ശിക്ഷിക്കാമെങ്കിൽ 302 ശിക്ഷിക്കാം. ഒരു അതാണ് ഞങ്ങൾ പറയുന്നത്. അതാണ് എറർന്ന് ഞങ്ങൾ പറയുന്നത്. സുപ്രീം കോടതിയുടെ അങ്ങനെ പറയാൻ പറ്റുമോ? റിവ്യൂ കൊടുക്കും. വെറുതെ എന്തെങ്കിലും വർത്താനം പറയാം. ഞങ്ങൾക്ക് അതാണ് എററ്. അത് ഓൺ ദി ഫേസ് ഓഫ് ദി നിങ്ങളത് മനസ്സിലാക്കേണ്ടത്. എറർ ഓൺ ദി ഫേസ് ഓഫ് ദി റെക്കോർഡ് പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂ ഓപ്പൺ ചെയ്യാൻ പറ്റൂ. എറർ ഓൺ ദി ഫേസ് ഓഫ് ദി റെക്കോർഡ്, എറർ ഇന്നേതാണ് എന്നുള്ളതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുക, പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുക. ഇതിനേക്കാൾ അപ്പുറമുള്ളത് വേറെ തെളിവ് 325 ഉണ്ടല്ലോ ഇപ്പൊ ഓൾറെഡി. 325 തെളിവുണ്ട്. ഹൈക്കോടതി ശിക്ഷിച്ചില്ല, വിചാരണ കോടതി ശിക്ഷിച്ചില്ല. 325 സുപ്രീം കോടതിയാണ് ശിക്ഷിച്ചത്. അവരത് തെളിവ് കണ്ടെത്തി. അവര് തെളിവില്ല എന്ന്, കൃത്യമായ തെളിവില്ല, അതായത് ക്യാപിറ്റൽ പണിഷ്മെന്റ് 302 വ്യക്തമായ തെളിവില്ല എന്ന് പറഞ്ഞു. അത് ഈ തള്ളിയിടുന്നതിന് തെളിവില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് അതിന് തള്ളിയിടുന്നതിന് നമ്മുടെ വ്യക്തമായ തെളിവില്ല, സാഹചര്യ തെളിവ് മാത്രമേ ഉള്ളൂ. പറഞ്ഞിട്ടുള്ള സയന്റിഫിക് അസസ്മെന്റ് മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞിട്ടല്ലേ കോടതി ചെയ്തത്. അതെ, ഇതിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും കൺകറന്റ് ഫൈൻഡിങ്സ് കണ്ട അതേ കാര്യം തന്നെയാണ് ബഹുമാനപ്പെട്ട സീനിയർ അഡ്വക്കേറ്റ് സുപ്രീം കോടതിയിൽ പറഞ്ഞത്. അതിൽ 302 നിൽക്കില്ല, 325 നിൽക്കും എന്ന് കോടതി പറഞ്ഞ സാഹചര്യത്തിൽ 325 ഇഞ്ചുറി മനസ്സിലായിക്കോളാം. അത് ഗ്രീവിയസ് അർട്ടല്ല, ഈ സെമി കോൺഷ്യസിലേക്ക് പോയതാണ്. ആ സെമി കോൺഷ്യസിലേക്ക് പോയ ഒരു സ്ത്രീക്ക് സ്വമേധയാ
എടുത്തു ചാടാൻ പറ്റില്ല. രണ്ടാമത്തെ ഇഞ്ചുറിയുമായി കണക്ട് ചെയ്യുന്നത് ഈ സെമി കോൺഷ്യസ് ആയിട്ടുള്ള ഒരാൾക്ക് സ്വമേധയാ ചാടാൻ കഴിയാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായും ഈ അക്യൂസ്ഡ് ഇവരെ പുറത്ത് ചാടിച്ചതാണ്. അവിടെയാണ് കണക്ട് ചെയ്യുന്നത്. അല്ല, അതാണല്ലോ ആ സാഹചര്യ തെളിവുകളാണ് കൊറോബറേറ്റ് ചെയ്യിപ്പിച്ചത്. ആ സാഹചര്യ തെളിവുകളാണ് കണ്ണിയാക്കി സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും അവതരിപ്പിച്ചത്. അല്ല, അത് നിങ്ങൾ സമൂഹത്തോട് പറയണ്ട. ഞാൻ പറഞ്ഞല്ലോ 1973 ശേഷം സാഹചര്യ തെളിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരൊറ്റ ക്യാപിറ്റൽ പണിഷ്മെന്റും കൊടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? സാഹചര്യ ഇത് മനസ്സിലാക്കേണ്ടത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഈ കേസ്. സാഹചര്യ തെളിവുകൾക്കപ്പുറം ഏറ്റവും നല്ല കൊറോബറേറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് എവിഡൻസ് ഉണ്ട്. വെറും സാഹചര്യമല്ല. ആ മെറ്റീരിയൽസ് എവിഡൻസ് നമ്പർ 1 എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേപ്പ് നടന്നു. അതായത് സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് മാത്രമേ, സർക്കംസ്റ്റൻസ് എവിഡൻസിന് പുറമെ സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട്. ആ സയൻറ്റിഫിക് എവിഡൻസ് ശരിയായിരിക്കാം, പക്ഷേ അത് കൊലപാതകത്തിലേക്ക് എത്തുന്നതിൽ പ്രോസിക്യൂഷന് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി വിധി. അത് 300ന്റെ തേർഡ് പാർട്ട് വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അത് ഈ റിവ്യൂ പെറ്റീഷൻ്റെ ഭാഗമായി കണ്ടന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട വാദമാണ്. അത് അറ്റോർണി ജനറൽ നോക്കും. ഇല്ല, അതിനെപ്പറ്റി ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല, നടത്തിയിട്ടില്ല. അല്ല, റോത്തഗി കേസ് ജയിച്ചിട്ടുണ്ട്. ഈ ഇതിലില്ല, ട്രിവാൻഡ്രം അല്ല, കോടതി തീരുമാനിക്കട്ടെ. അതിനെപ്പറ്റി ഇപ്പോൾ നമ്മൾ ആലോചിക്കണം. റിവ്യൂ അനുവദിച്ചിട്ടുണ്ട്. അല്ല, അത് റിവ്യൂ അനുവദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ റിവ്യൂ എൻ്റർടൈൻ ചെയ്യുന്നത് കോടതിക്ക് വിട്ടുകൊടുക്കുക, അല്ല നമ്മൾ വിട്ടുകൊടുക്കുക, അത് നടക്കുക. നമ്മളിപ്പോൾ എല്ലാവരും വക്കീലന്മാരൊന്നും അല്ലല്ലോ. നന്നായിട്ട് കോടതിയിൽ ഞങ്ങളിപ്പോൾ ഓൺ ദി ഫേസ് ഓഫ് ദി റെക്കോർഡ് ദർ ഈസ് ആൻ എറർ. അത് ഞങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തും. ഇല്ല, ആദ്യം റിവ്യൂ പെറ്റീഷനെ കൊടുക്കാൻ പറ്റും. ആദ്യം റിവ്യൂ, നിങ്ങളോടൊക്കെ എന്തെല്ലോ തെറ്റിദ്ധാരണ ആരും ഉണ്ടാക്കി തരുന്നത്. ആദ്യം റിവ്യൂ കൊടുത്തിട്ടേ പറ്റൂ. എന്തെന്ന് എന്താ പറഞ്ഞേ? അല്ലല്ല, മലയാളത്തിൽ പറഞ്ഞതിൽ വ്യത്യാസം വന്നു. അല്ല, സുഹേച്ചൻ്റെ അഭിപ്രായം ഞങ്ങൾ തേടിയതാണല്ലോ. അദ്ദേഹം അതിന് സമ്മതിച്ചിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ അറ്റോർണി ജനറൽ അങ്ങനെ ഒരു ഉപദേശത്തിൻ്റെ ആവശ്യമില്ലെന്ന്. ഈ അവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ. സൗമ്യ വധക്കേസുമായി ബന്ധപ്പെട്ട് പുനഃപരിശോധനാ ഹർജി നൽകുന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു നിയമമന്ത്രി AK ബാലൻ. ഈ ആഴ്ച തന്നെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സൗമ്യ വധക്കേസിൽ സംസ്ഥാന സർക്കാർ തിങ്കളാഴ്ച റിവ്യൂ ഹർജി നൽകും. സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി ഹാജരാകും. മുകുൾ റോത്തഗിയുമായി നിയമമന്ത്രി AK ബാലൻ കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനും ടെലിഫോണിലൂടെ അദ്ദേഹവുമായി സംസാരിച്ചു. ഈ വിഷയത്തിൽ UDFന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് നിയമമന്ത്രി AK ബാലൻ പ്രതികരിച്ചു. അഭിഭാഷകനെ നിയമിച്ചത് UDF സർക്കാർ തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിഷയത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി മനു ശങ്കർ ചേരുകയാണ്. മനു, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? എത്രത്തോളം പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ? നിലവിൽ റിവ്യൂ ഹർജിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊണ്ട് കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നിയമമന്ത്രി AK ബാലൻ
ഇന്ന് ദില്ലിയിൽ അറ്റോർണി ജനറലുമായി മറ്റും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയനും അറ്റോർണി ജനറലുമായി ടെലിഫോണിൽ ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. തുടർന്നാണ് തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജി ഫയൽ ചെയ്യാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഗോവിന്ദസ്വാമിയെ കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയ സുപ്രീം കോടതി വിധിയിലെ അപാകതകൾ മുൻനിർത്തി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാകും ഈ റിവ്യൂ ഹർജി ഫയൽ ചെയ്യുക എന്നാണ് നിയമമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. നിയമ സെക്രട്ടറി ഹരീന്ദ്രനാഥ്, അതോടൊപ്പം ജി പ്രകാശ്, നിഷ രാജൻ ശങ്കർ എന്നിവരുടെയൊക്കെ നേതൃത്വത്തിൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു നിലവിൽ അറ്റോർണി ജനറലുമായി ചർച്ച നടത്തിയത്. ഈ ചർച്ചകൾക്ക് ശേഷം സംസ്ഥാന സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി തന്നെ ഹാജരാകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടാകും സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജി ഫയൽ ചെയ്യുക. ഈ ആഴ്ച തന്നെ ഈ ഹർജി ഫയൽ ചെയ്യുമെന്നുമാണ് നിയമമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഈ IPC 302 ഒഴിവാക്കി കൊലക്കുറ്റത്തിൽ നിന്ന് ഗോവിന്ദസ്വാമിയെ ഒഴിവാക്കിയെങ്കിലും IPC 325 ബാധകമായിരുന്നു. മാരകമായി മുറിവേൽപ്പിക്കുക, മാരകമായി ക്ഷതമേൽപ്പിക്കുക എന്നീ വകുപ്പുകളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് IPC 325. സൗമ്യയുടെ തലയ്ക്ക് 5 തവണയോളം ബോഗിയിൽ ഇടിപ്പിച്ച് ക്ഷതമേൽപ്പിച്ചു എന്നാണ് ഈ വിധിപ്പകർപ്പിലും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു കീഴ്ക്കോടതിയും വിചാരണ കോടതിയും പരിഗണിക്കാതിരുന്ന IPC 325 വകുപ്പ് സുപ്രീം കോടതി പരിഗണിച്ച് തുടർന്ന് കീഴ്ക്കോടതിയും ഒപ്പം കീഴ്ക്കോടതിയും ഹൈക്കോടതിയും ശരിവെച്ച ജീവപര്യന്തത്തിന് പിന്നാലെ കൂടാതെ 7 വർഷം തടവ് കൂടി ഈ IPC 325 മുൻനിർത്തി സുപ്രീം കോടതി വിധിച്ചിരുന്നത്. അതിനാൽ ഈ 325 വിധിച്ച കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി മാരകമായി ക്ഷതമേൽപ്പിച്ച് ഇത് മരണകാരണത്തിലേക്ക് വഴിവെച്ചു എന്നത് ചൂണ്ടിക്കാട്ടി ഈ കാര്യങ്ങൾ മുൻനിർത്തിയുള്ള റിവ്യൂ ഹർജിയാകും നിലവിൽ സുപ്രീം കോടതിയിൽ നൽകുക. ഈ ആഴ്ച തന്നെ നൽകും. അറ്റോർണി ജനറൽ ഹാജരാകുകയും ചെയ്യും. നിലവിൽ ഈ കാര്യങ്ങൾ മുൻനിർത്തി കൊലക്കുറ്റം ഗോവിന്ദസ്വാമിക്കെതിരെ ചുമത്തുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതി പരിഗണിക്കും എന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. ഈ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് തന്നെയാകും ഈ റിവ്യൂ ഹർജിയും പരിഗണിക്കുക. ഗിരീഷ്മ, മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.